നമ്മുടെ വേനൽക്കാലത്തെ പൂക്കളാണ് ഡിസേർട്ട് റോസിലുണ്ടായി നിറഞ്ഞു നിന്ന വേനൽക്കാലത്തൊക്കെ ഇത്ര അധികം പൂക്കൾ ഉണ്ടായിരുന്നതായിരുന്നു. വെള്ളയായാലും അതുപോലെ തന്നെ റോസും ഒക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പം വർഷക്കാലമായോടുകൂടി നമ്മുടെ ചെടികളുടെ പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഏപ്രിൽ മെയ് മാസത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മൾ വർഷക്കാലം കഴിയുന്നതോടുകൂടി അടീനിയത്തിനെ നല്ല കാര്യമായിട്ട് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ പ്രൂണിങ് അതുപോലെ എന്തൊക്കെ രോഗങ്ങളാണ് വന്നുള്ളത് എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയത്തിൻ്റെ ചെടി ജനുവരി ഫെബ്രുവരി തൊട്ട് നിറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് നമ്മുടെ അടീനിയം മഴക്കാലം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ്, ഈ പൂക്കളുള്ളതെന്ന് ചെടി മാറി എങ്ങനെയായി എന്നുള്ളതൊക്കെയാണ്, പിന്നെ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പം നമ്മുടെ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെടി നല്ല നിറഞ്ഞ് പൂക്കളുണ്ടായ ചെടിയാണ്. അതിപ്പോൾ ഞാൻ തീരെ നനയ്ക്കാറില്ല. മഴ കഴിയുമ്പോൾ ഓൾറെഡി അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉള്ള കാരണം തീരെ നനയ്ക്കാറില്ല. വളം അങ്ങനെ ചേർത്തിട്ടില്ല. ചെടി അഴിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക വേണ്ടു. ഇനിയാണ് നമ്മൾ അടീനിയത്തിനെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചെടി ഏകദേശം കണ്ട മഞ്ഞച്ചു വെള്ളമൊഴിക്കാണ്ടത്, അത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഓക്കെയോ. പിന്നെ അതുപോലെ കൂമ്പൊക്കെ അതെ ഇങ്ങനെ ഒരു മില്ലിപ്പെഗ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. മഴയൊക്കെ മാറി തുടങ്ങി. ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ചെടി മഴക്കാലത്ത് ആയത്. നല്ലോണം പൂക്കളുള്ള ചെടിയായിരുന്നു. ഇനി നമുക്കിത് മഴയില്ലാത്ത സമയത്ത് നോക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ കടവശമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വല്ല ഇലകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ മാറ്റിക്കളയണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മഴക്കാലത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കലല്ല. ചെടി പൂക്കളുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ചെടി കേടില്ലാതെ എങ്ങനെ ഇരിക്കാന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇലകൾ മാറ്റിയില്ലെങ്കിൽ നനയ്ക്കും കൂടി ചെയ്താൽ ഇലയെ കൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ചെടി കംപ്ലീറ്റ് കേടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കോഡക്സ് ഒക്കെ ഒന്ന് ഞെക്കി നോക്കണം. ഇതിന് കോഡക്സ് ഒന്നും കംപ്ലൈൻ്റ് ഇല്ല, നനയ്ക്കാത്തതിൻ്റെ ആയുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. നനച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചെടി ചെയ്യണ കാരണം ഞാൻ അധികം മഴക്കാലത്ത് നനയ്ക്കാറില്ല. ചെടി നശിച്ചു പോവില്ല എന്തായാലും, എത്ര വെള്ളമൊഴിച്ചില്ലെങ്കിലും ചെടി ഒക്കെ ആയിട്ട് നിന്നോളും. പിന്നെ അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടോ നോക്കണം. ഈ കടവശത്ത് വെള്ളം ഒഴിക്കാണ്ടാവുമ്പോൾ ഉറുമ്പ് വരും, അത് നോക്കണം. പിന്നെ നല്ല ഡ്രൈ ആകുമ്പോൾ ഒന്ന് തെളിച്ച് കൊടുക്കണം. ഞാൻ തീരെ ഒഴിച്ചില്ല എന്നുള്ള നല്ല മഴയായ കാരണം. പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് കൂട് കൂട്ടി പിന്നെ നമ്മുടെ ചെടിയുടെ വേരുമേകൂടെ ചെടി അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ചെടീനെ സംബന്ധിച്ചിടത്തോളം പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഒരു ചെടി നിൽക്കണേന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പ്രൂൺ ചെയ്യാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുതിയ ബ്ലേഡോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കത്തി നല്ലോണം തീയിലിട്ട് ചൂടാക്കുക. അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ചെടിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ 1.5-2 ഇഞ്ച് ഹൈറ്റിൽ കട്ട് ചെയ്യാം. നമ്മൾ ഈ കട്ട് ചെയ്യുന്നതോട് ഈ ചെടിയുടെ മില്ലിപ്പെഗും പോയി തണ്ടൊക്കെ ഓക്കെ ആയി. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ്, അപ്പോൾ ഇത് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർന്നു വരും. അതൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുക. എന്നിട്ട് നമ്മൾ സാഫ് പരട്ടുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഇനി പൂവ് ഇടാനായിട്ട് ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമ്മുടെ ചെടി പൂവിട്ട് മഴക്കാലത്ത് ഉണ്ടാവണ എല്ലാ രോഗങ്ങളും മാറ്റി നല്ല പൂവ് ഇടാനായിട്ട് റെഡിയാവും. ഇനി നല്ലൊരു ഫംഗിസൈഡാണ് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത പോർഷനിലൊന്ന് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനും ചീയൽ രോഗം വരാണ്ടിരിക്കാനും ഇതൊന്ന് വെള്ളത്തിൽ കലക്കിയൊന്ന് മുക്കി തേച്ച് കൊടുത്താൽ മതി. എല്ലാ വീഡിയോയിലും ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഇത് 2 ദിവസം ഒന്ന് തണലത്ത് വെക്കുക. അത് കഴിഞ്ഞൊന്ന് വെയിലത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാവും. മെഴുകുതിരി ഒറ്റിക്കായാലും മതി, അതുപോലെ ഫെവിക്വിക്ക് ഒഴിച്ചാലും മതി. വെള്ളം ഇറങ്ങരുത്, അത്രേ വേണ്ടൂ. നമ്മുടെ ചെടി ഓക്കെ ആയിട്ട് ഇത്ര ചെയ്താൽ മതി. ഇനി നമുക്ക് വർഷക്കാലത്ത് ചെടി ചീഞ്ഞു പോകാണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ പൂക്കൾ ഉണ്ടാവാനുള്ളത് ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി അളവൊന്ന് പൂക്കൾ ഉണ്ടായിക്കോളും. ഇനി നമ്മൾ കടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കൈയോടെ തന്നെ വളം ചേർക്കണം. ഈ സമയത്ത് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വേരുകളും പ്രൂണിങ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ വേര് നിൽക്കുന്നത്, അപ്പോൾ കോഡക്സും കൂടി ഭംഗിയാവും. ഇതുപോലെ ചെറിയ വേരുകളൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അതുപോലെ തന്നെ സാഫ് പറ്റി കഴിഞ്ഞാൽ അവിടെയും കോഡക്സും വെള്ളം ഇറങ്ങാണ്ടിരിക്കും. ഇതും കൂടി ഒന്ന് പറ്റി കൊടുത്താൽ മതി. ചെറിയ ചെറിയ വേരുകൾ കാണുന്നത് ചെടിക്ക് ആവശ്യമില്ലാണ്ട് നിൽക്കുന്ന വേരുകളുണ്ട് ചിലത്. അതൊന്ന് ഇതേപോലത്തെ വേരുകളൊന്നും ചെടിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല ഭംഗിയിൽ കോഡക്സ് നിൽക്കും. എന്നിട്ട് നമ്മൾ മണ്ണിളക്കിയതിന് ശേഷം നമുക്ക് വളം ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ DAP വളമുണ്ട്, അതൊന്ന് 5-6 മണി ചേർത്ത് കൊടുക്കാം. ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേരുമെന്ന് അകത്തി കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു വളമാണ്. നമ്മുടെ ചെടി
നിറഞ്ഞ് പൂക്കാവടി പോലെ പൂവുണ്ടാവാൻ വേണ്ടിയുള്ള നല്ലൊരു വളമാണിത്. അതിനുശേഷം നമ്മൾ വെള്ളമൊഴിക്കുക. ഇനി 2 ദിവസം തണലത്ത് വെക്കുക, അത് കഴിഞ്ഞ് വെയിലത്ത് വെക്കുക. അപ്പം നമ്മൾ ചെടി നോക്കി പിന്നെ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. വെള്ളം നല്ലോണം പെട്ടെന്ന് വാർന്നു പോവും വേണം. കണ്ട വെള്ളം പെട്ടെന്ന് വാർന്നു പോയി ചെടി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണ്ട. 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ വളം ചേർത്ത് കൊടുത്താൽ മതി. ഇതും വേറൊരു അഡീനിയം പ്ലാന്റ് ആണ്, ലൈറ്റ് റോസ് പെറ്റൽ അഡീനിയാണ്. അപ്പം അതും തളർന്ന് കിടക്കുന്നുണ്ട്. കണ്ട കൊമ്പിൻ്റെ ഇതൊക്കെ ചീഞ്ഞു പോയി, ഇതേപോലെ ഇങ്ങനെ പൂതലിച്ചു, ചീച്ച രോഗം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം മഴക്കാലത്ത് നമ്മുടെ അഡീനിയം ഞാൻ നനച്ചിട്ടൊന്നുമില്ല, എന്നാലും നല്ല മഴയായിരുന്നല്ലോ. അപ്പം ശീതനടി കൊണ്ടിട്ട് തന്നെ മണ്ണ് നല്ല വെറ്റായിട്ടിരിക്കണം. അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കളയണം. കളഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ചീയൽ രോഗം മാറിക്കിട്ടും. അതുപോലെ എല്ലാ തണ്ടും നോക്കാം. ഇപ്പം ചീഞ്ഞതിന് ഇപ്പം ഞാൻ കളഞ്ഞ ഇപ്പം ഇതുണ്ട് ഒരു ചീഞ്ഞത്. 2 വിത്തും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മഴക്കാലത്ത് ഉണ്ടാവണ വിത്ത് പാവണേക്കാളും നല്ലത് വേനൽക്കാലത്ത് ഉണ്ടാവുന്നതാണ്. ആ വിത്ത് പാവിയിട്ട് തൈ മുളപ്പിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം തന്നെ നമ്മുടെ ചെടി ഓക്കെ ആയിട്ട് നിൽക്കും. ചെറിയൊരു ചീയൽ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇത്തിരി താത്തി കട്ട് ചെയ്തു. വേണ്ട അപ്പോൾ നല്ല കളറായിട്ട് നിന്നു. ഈ ഒരു കളറിൽ നിന്നാലാണ് നമ്മുടെ ചെടി ഓക്കെ ആയിട്ട് നിൽക്കും. ഈ ഒരു സീസൺ ആകുമ്പോൾ, ഈ സീസൺ എന്ന് പറഞ്ഞാൽ മഴ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി ഓക്കെ ആയി. അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ആ കൊമ്പ് ചെയ്യണോടുകൂടി ചീയൽ രോഗം ഇറങ്ങി നമ്മുടെ ചെടിയിലെ കോഡക്സൊക്കെ ചീഞ്ഞു പോവും. ഇത് ഓൾറെഡി മണ്ണ് വെറ്റായിട്ട് നിൽക്കണം. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്തല്ലോ, ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനത്തെ വേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാട്ട. കോഡക്സ് കണ്ട ഒന്നും കൂടി ഇങ്ങനെ ഉരുണ്ട് നിൽക്കും. സ്റ്റെമ്മ് ചെയ്യണ പോലെ തന്നെ നമുക്ക് വേരുകളും കറക്റ്റായിട്ട് ഒപ്പിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ സാഫ് മുക്ക് തേക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളം DAP വളം ഇങ്ങനെ ഞാൻ ചേർക്കണേ. DAP വളം നല്ലൊരു വളമാണ്, അഡീനിയത്തിന് ബെസ്റ്റ് ഒരു വളമാണത്. അതൊന്ന് ചേർത്ത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് അതുപോലെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് 2 ദിവസം തണലത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വെയിലത്തും വെച്ച് കഴിഞ്ഞ് നോക്കി. ഞാനിപ്പോൾ വർഷക്കാലത്ത് എൻ്റെ അഡീനിയത്തിന് ഏതൊക്കെ രോഗങ്ങളാണ് വന്നതെന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഷെയ്ഡിൽ വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് കോഡക്സ് ഒന്ന് ഇങ്ങനെ ഞെക്കി നോക്കണം, ചീയൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ ചെടീനെ എന്നും നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇലകളൊക്കെ ഒന്ന് പറക്കി കളയണം. പിന്നെ വെള്ളം പോകണില്ലെങ്കിൽ നമ്മൾ വലിയൊരു കോലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഹോൾസ് റെഡിയാക്കണം. ഇപ്പോൾ കണ്ട വെള്ളത്തിൽ പോകാൻ താമസമുണ്ട്, അപ്പം നമ്മുടെ ചെടിക്ക് ചീയൽ വരും. അപ്പോൾ ഇതിങ്ങനെ കുത്തി വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോക്കോളും. അല്ലെങ്കിൽ വല്ല തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. വെള്ളം പോവാനായിട്ട് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഈ ഭാഗത്ത് ഇറങ്ങി, ഈ ഭാഗത്ത് ഇത്തിരി താമസമുണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്തുട്ടോ തടസ്സം എന്ന് വെച്ചാൽ നോക്കി ഓക്കെ. ചെടി 2 ഇഷ്ടി കഷ്ണം വെച്ച് നമ്മുടെ ചെടിച്ചട്ടി നല്ല ഹൈറ്റ് കൂട്ടി വെക്കണം. അപ്പോൾ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാണ്ട് വാർന്ന് പൊക്കോളും. ഇത്ര ചെയ്താൽ മതി. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് വെയിലത്തേക്ക് വെക്കുക. അത്രയേ വേണ്ടൂ. നമ്മുടെ ചെടി ഇനി നിറഞ്ഞ് പൂക്കളുണ്ടാവും. ഇത് നമ്മൾ തൈ നട്ടതിന് അതിൻ്റെ ഇലയൊക്കെ അത് സ്വയം പൊഴിച്ച് കളഞ്ഞതാണ്. ചെടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇല കളഞ്ഞ് അവർ സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ സമയത്ത് മുട്ടും ഇലകളൊക്കെ കൊഴിച്ച് കളയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെടി ഒക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടാ, അത് ചെടിച്ചട്ടിയിൽ നനവ് കൂടുമ്പോൾ ഒക്കെ സ്വയം അവർ ചെയ്യണ കൺട്രോളാണ് ഇങ്ങനത്തെ രീതി. മുട്ട് കൊഴിക്കലും അതുപോലെ തന്നെ ഇല കൊഴിക്കലൊക്കെ. 2 കൊല്ലത്തെ ചെടീനെ നമ്മളിതുപോലെ തൈ നട്ട് പിടിപ്പിച്ചത്, അതിൻ്റെ ഇലകളൊക്കെ ഇത് കൊഴിഞ്ഞ് വീണ്ടതൊക്കെ നമ്മൾ മാറ്റണം. വെള്ളം നനയ്ക്കാത്ത കാരണമായിട്ട് അതുപോലെ ഇല മഞ്ഞച്ച് പോണത്. മഴ പെയ്തപ്പോൾ ഞാൻ അധികം നനച്ചിട്ടില്ല, ചെറിയ ചെറിയ മാറാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ചെടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇതിങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പ്രൂൺ ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. പ്രൂൺ ചെയ്ത് അടുത്തതാകുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ ഒരു 5-8 ശിഖരങ്ങളും കൂടി വന്ന് ഇരട്ടി പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ വർഷക്കാലത്ത് ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യണം. ഓഗസ്റ്റ് മാസത്തിൽ, അതായത് ഓഗസ്റ്റ് പകുതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കൊക്കെ നമ്മുടെ അഡീനിയത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവുള്ളൂ. ഈ ചെടിക്ക് ഞാൻ 4 മണി DAP ഇടണുള്ളൂ. അതിനുശേഷം ഇതുപോലെ തന്നെ വെള്ളം ഒഴിക്കുക. അത്രയേ വേണ്ടൂ. നമ്മുടെ ചെടി ഇനി നല്ല പൂക്കൾ ഉണ്ടായിക്കോളും. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ അഡീനിയത്തിനെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് കണ്ട വേറൊരു അഡീനിയം തൈയാണ് നമ്മുടെ ഇതിൻ്റെ ചെടിയുടെ കൂമ്പല കണ്ട കരിഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അത് സ്വയം അങ്ങനെ വരണതുണ്ട്. പിന്നെ ഇതിന് ചെറിയ പുഴുശല്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ചെടിയുടെ അടിയിൽ നോക്കിയാൽ മതി. ഇത് കണ്ടത് ഇങ്ങനെ
ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ കാണാം. ഇത് പുഴു ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് ഇടന്താണ്. അപ്പൊ ഈ ഷെയ്ഡിയെ വെക്കുമ്പോഴേ വെയിൽ കുറയുമ്പോ ഒക്കെ നമ്മുടെ അടീനിയത്തിന് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പുഴുശല്യം. അപ്പൊ പുഴുക്കൾ ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് ഉരുണ്ട് ചെറിയ മണികൾ കാണും. പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ മണികൾ വലിപ്പം കൂടും. അതിനനുസരിച്ച് പുഴു ഇവിടെ വലിപ്പം കൂടി ഉണ്ടാവും. അതൊക്കെ ചെടിയുടെ കടക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുഴു ഉണ്ടോ ഇല്ലയെന്നറിയാം. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് എവിടെ പുഴു ഇരിക്കണേന്ന് നോക്കി അതിനെ പിടിച്ച് കൊന്നുകളയാം. ഇതേ കണ്ട ഈ ഇല കണ്ട ചെറുതായി പുഴു തിന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഇത് കണ്ട കണ്ട ഒരു പുഴു നിൽക്കണ കണ്ട. ഈ ഒരു പുഴു നമ്മൾ ഷെയ്ഡിൽ വെച്ച കാരണമാണ്. ഇതിനെ നമ്മൾ കൈയോടെ തന്നെ പൊട്ടിച്ച് പുഴുവിനെ തട്ടിക്കളയാം. ഈ പുഴുവിന് ഇപ്പം ചെറുതായാലും തിന്ന് അവർ പെട്ടെന്ന് വലുതാവും. അപ്പം ഇങ്ങനെ ഇലകളുടെ അടിയിൽ ചെറിയ ചെറിയ മണികൾ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തിന്ന് ഇങ്ങനെ ഇടുന്നതാണ്. ആ ചെടിയിൽ പുഴു ഉണ്ടായിരിക്കും എന്തായാലും. അങ്ങനെ തിന്ന് പോയിട്ടുള്ളതാണ് ഈ ഇലകളൊക്കെ. ഇതിൽ കുറച്ച് ഇലകൾ പോയിട്ടുണ്ട്. 1-2 പുഴുവിനെ ഞാൻ കൊന്നിട്ടുമുണ്ട്. ഈ ഒരു ഇലയൊക്കെ പുഴു തിന്നിട്ട് പോയതാ. ഉണ്ട് പൂക്കളും ഇലകളൊക്കെ തിന്നും. അപ്പോൾ ഇത് ബട്ടർഫ്ലൈൻ്റെ പുഴുവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടിക്ക് ദോഷം വരും. അതിനെ കൈയോടെ പിടിച്ച് അതിൻ്റെ അടയാള പറഞ്ഞ സംഭവമാണ്. അടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ മണികൾ കാണും. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി പുഴുവിനെ പിടിച്ച് കൈയോടെ തന്നെ നശിപ്പിച്ച് കളയാം. ഇത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ ചേർക്കേണ്ട വളം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോയിലുള്ളതാണ്. അതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞ് നല്ല ഓക്കെ ആയിട്ട് ചെടി നിൽക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് കുറച്ച് താമസമുണ്ട് തളിർപ്പ് വരാനായിട്ട്. പെട്ടെന്ന് മഴ വന്നപ്പോൾ പിന്നെ ഞാൻ ഷെയ്ഡിയിലേക്ക് തന്നെ എടുത്തു വെച്ചു. വളമിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിൽ നിന്ന് വെയിലത്തേക്ക് വെച്ചാലാണ് നമ്മുടെ ചെടി വന്ന് മുട്ടുകളും പൂക്കളും ഉണ്ടാവുള്ളൂ. ചെടിയുടെ കോഡക്സും ചെടിയൊന്നും നശിച്ചു പോവാണ്ടിരിക്കാനായിട്ട് ചെറിയ ചെറിയ റെമഡികൾ ഞാൻ പറയാം. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെടിയുടെ ചൂട്ടിൽ മാത്രം നനയ്ക്കണം. പിന്നെ പെട്ടെന്ന് വാർന്നു പോകണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെടിച്ചട്ടി മുകളിലായിട്ട് വെക്കണം. പിന്നെ ഹോൾസ് വലുതാക്കണം. അപ്പം പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് കോഡക്സ് അഴിഞ്ഞു പോവില്ല. പിന്നെ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പോട്ടി മിക്സിൽ വെള്ളം വാർന്നു പോകാൻ പെർലൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പോളി ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെടിച്ചട്ടി അതിൽ ഷെയ്ഡിലല്ലാണ്ട് അങ്ങനെയും വെക്കാം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കളകൾ പറിച്ച് കളയുക. ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ സാഫ് കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. വർഷക്കാലം ഓവർകം ചെയ്യാൻ പറ്റും അടീനിയത്തിന്.